ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കർണാടകേൻ്റെ തനതായ വിഭവം റാഗി മുദ്ദ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെ ഓഫീസിൻ്റെ കഫറ്റീരിയ തന്നെ ഉള്ളത്. ഇവിടെ നമ്മൾ റാഗി മുദ്ദ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാം. നമുക്കിവിടെ ലഡു ഉണ്ട്, വേറെന്തോ ഒരു റൈസ് ഉണ്ട്, എന്തൊക്കെയോ ബജികളുണ്ട്. ഓ, how did you understand we are from Kerala? The South Indians have a typical cut of a body. Okay, thank you. 10-15 ദിവസത്തിനുള്ളിൽ ഇവിടെ പഴംപൊരിയൊക്കെ വരുന്നുണ്ട് എന്ന് ആള് നമ്മളെ കണ്ടപാട് പറഞ്ഞു കേട്ടോ. നമ്മള് മലയാളികളാന്ന് മനസ്സിലായടാ. പഴംപൊരി വരുമെന്ന് നമ്മളെ കണ്ടപാട് പറഞ്ഞൂടാ. ഇതാണ് നമ്മളിവിടെ നിന്ന് എടുത്തത്. റാഗി മുദ്ദ സോൾഡോ എന്തോ ആൻഡ് കേർഡ് റൈസ്. ഇത് അശ്വിൻ ആൻഡ് അജിത്. താങ്ക് യു. ഇതാണ് നമ്മളുടെ റാഗി ബോൾ കേട്ടോ. ഇതെന്താണിത്? ഇതൊക്കെ തിന്നാ ഗോതമ്പുണ്ട അവിടെ ഗോതമ്പുണ്ട പോലെ ഉണ്ട്. എടാ നീ എന്താ എടുക്കുന്നേ? ഓക്കെ, പെട്ടെന്ന് എടുക്ക. അവിടെ ഓംലെറ്റും വാങ്ങി വരുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ റാഗി മുദ്ദ എന്ന് പറയുന്നത്. കർണാടകേൻ്റെ വളരെ എന്താ പറയുക ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി മുദ്ദ. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ റാഗി മുദ്ദ. എന്ത് പറയുന്നു? ഗോതമ്പുണ്ട പോലെ ഉണ്ട് സംഭവം. റാഗി ഉണ്ടാക്കിയ ഗോതമ്പുണ്ട, റാഗിൻ്റെ ഗോതമ്പുണ്ട് ആണോ? ഓക്കെ, വയനാടൻ നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ലതായിരിക്കും. മട്ടൻ കറിയുടെ കൂടെയോ റാഗി മുദ്ദയോ? ഓ, കർണാടക, ഇഫ് ദർ ഈസ് എനി കർണാടക പീപ്പിൾ സീയിങ്, he is suggesting that we should be eating ragi mudde with mutton curry. he's pushing. Yeah, he's pushing that. So any Kannadigas seeing, give me your comments, okay? നിന്റെ ലഡു. യെസ്, ലഡു നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാണ് കേട്ടോ. ഈ കോമ്പോയിലുള്ളതല്ല. എന്താ നന്നായിട്ടുള്ളത്? ചോറോ? എന്ത് ചോറാ അത്? കോക്കനട്ട് റൈസ്. എനിക്കൊരു പക്ഷെ കോക്കനട്ട് ഇല്ല. കോക്കനട്ട് ഇല്ലല്ലോ. നട്ട്സ് ഉണ്ട്. നട്ട്സ് പീനട്ട്, മൊത്തം പീനട്ട്. നിന്റെ ഇതെങ്ങനെയുണ്ട്? അഡ്ജസ്റ്റബിൾ. ദിസ് ഈസ് തൈര് സാദം. സ്ട്രോബെറി സ്ട്രോബെറി അല്ല, പോംഗ്രാനൈറ്റ്. ഉർമാമ്പഴം. മാതളങ്ങിയോ? നിങ്ങൾ എന്താ പറയാ കാട്ടില്? വയനാട്ടില് കാട്ടിലെന്താ പറയാ? അശ്വിൻ വയനാട്ടിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് സാധനം ട്രൈ ചെയ്യാം. റാഗി കൊണ്ടുണ്ടാക്കിയ ബോളാണ്. ഇതെങ്ങനെ തിന്നണ്ട? കറിയിൽ മുക്കണോ? ആ ബോള് സാമ്പാർ ഇട്ട് വിട്ടു. ശരിക്കും അല്ല, പല്ല് ഇങ്ങനെ ഒട്ടി അണ്ണാക്കിൽ ഒട്ടി പിടിക്കും. ഇതിങ്ങനെ സാധാ കറിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വിഴുങ്ങാനോ? ചെറിയ സാധനമില്ല, കുഴപ്പമില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്ത. എടാ ട്രൈ നോക്കടാ. വിഷം കാട്ടി മേടിച്ച ആലോചിച്ചത്. ഒരു കുഴ രൂപത്തിലുള്ള ഒരു സംഭവം. എന്തു പറയുന്നു? ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഹെൽത്തിയാണ്. റിച്ച് ഇൻ അയൺ, പൊട്ടാസ്യം ഉണ്ടോ അറിയില്ല, സോഡിയം. എന്താണത്? TMT സ്റ്റീൽ ബാറോ? റിച്ച് ഇൻ എന്താണ് ന്യൂട്രിയൻസ് ആണ്. കർണാടകേൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റാഗി മുദ്ദ. അപ്പോൾ എന്താണ് കഴിച്ചിട്ട് എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേക ഒരു ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് കഴിക്കാം. അല്ലേ? അത്രേ ഉള്ളൂ. സാമ്പാർ നന്നായിട്ട്. ഓ, തൈര് സാധനത്തിന് തവൻ സാമ്പാർ വെച്ച് കഴിക്കുന്നു. ഈ തൈര് സാധനം കഴിക്കാൻ പാലക്കാടുള്ളവരെ പഠിപ്പിക്കരുത്. ചെറിയ പീസ് ഓംലെറ്റ്. നല്ല ഓംലെറ്റ്. എന്ത് മീലാണെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ പപ്പടം നിർബന്ധമാണ് കേട്ടോ.
പപ്പടം തീർന്നു ഗൈസ്. എന്താടാ കൊള്ളാം, നല്ലതാ. കുഴപ്പമില്ല, സംഭവം കഴിച്ചോണ്ടിരിക്കുമ്പോ രസമുണ്ട്. എൻ്റെ ഒരു സ്പൂണുണ്ട്. ഉറുമാൻ പഴം എടുക്കുന്ന ഉറുമാൻ പഴം. തൈര് സാധനം കൊള്ളാം കേട്ടോ. ക്യാരം ടൂർണമെന്റോ? അവിടെ ബാക്കിലായിട്ട് കോഗ്നിസന്റിന്റെ ഇൻഡോർ ഗെയിംസ് ക്യാരം ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആണ് ഒച്ചപ്പാട് ബാക്കിൽ കാണുന്നത്. ഇൻഡോർ ഗെയിംസ് ഇവന്റ്. ഒരു പപ്പടത്തിൽ റാഗിമുദ്ദ നിറച്ചിട്ട് നോക്കാം. പപ്പടം വിത്ത് റാഗിമുദ്ദ. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറി കൂടെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല രസമുണ്ട്. റാഗിമുദ്ദ ഫസ്റ്റ് ഇവിടെ കർണാടകക്കാർ കാണുന്നുണ്ടാവില്ല. ഓക്കെ, when I first tried it, I felt like it is a pale, like there is no spice in it, but now it's fine. It tastes good. So, if any Kannadigas are watching this, I liked it. It's good. ഇത് വേണോടാ? എൻ്റെ പൊന്നോ വേണ്ടെന്നാണോ? എടാ ഹെൽത്തിന് നല്ലടാ. ഓ അയ്യോ, ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഹെൽത്തിയാണ്. വാ കുറച്ച് എടുക്കും, ചെറിയ പീസ് എടുക്കും. എനിക്ക് വേണ്ടേ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഗൈസ്, അങ്ങനെ റാഗി മുദ്ദ ഞാൻ തീർത്തു. ഈ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പച്ചക്കറി, ഐ മീൻ വെജിറ്റബിൾ, എന്തായാലും പറയാം, തോരൻ, വറവ് എന്ന് നമ്മളെ നാട്ടിൽ പറയും കേട്ടോ, കണ്ണൂരിലും. അത് നൈസായിരുന്നു കേട്ടോ. ആ ഉപ്പേരിയില്ലേ? ഓക്കെ ഓക്കെ, അതും നൈസായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കൊള്ളാം. കഴിക്കാൻ പറ്റുന്നില്ലേ? ഓൺലി തിങ് ഈസ് നോ പ്രോട്ടീൻ. പ്രോട്ടീൻ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇവർ മുട്ട വാങ്ങി കഴിച്ചു. ഞാൻ ഓൾറെഡി ബോയിൽഡ് എഗ്സ് വീക്ക്ലി ടാർഗറ്റ്, ഡെയിലി ടാർഗറ്റ് ബോയിൽഡ് എഗ്സ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പം പ്രോട്ടീനായിട്ടൊന്നും വാങ്ങിയില്ല. ഒരു പപ്പടം കൂടെ. ഇനിയാണ് നമ്മളുടെ ലഡു. ലഡു ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. 3 ആളും വാങ്ങിച്ചിട്ടുണ്ട്. 3 ആളും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. ഷുഗർ കട്ട് അല്ലേ? അല്ല, കുറച്ച് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കഴിക്കാം. അതെ അതെ, വല്ലപ്പോഴും കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നു. അതത്രേ ഉള്ളൂ. മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ്, ഇഷ്ടമുള്ള എന്തും കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാണ്ടിരുന്നാൽ മതി. അപ്പോ നല്ല ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ലഡു കേട്ടോ. പൊട്ടിപ്പോയി. നല്ല നെയ്യും ഉണ്ട്. ഹൈ കാലറി, ഹൈ ഷുഗർ, സ്റ്റിൽ സ്വീറ്റ്. കൊള്ളാം. എനിക്ക് സ്വീറ്റ് ഇഷ്ടമാണ്. ലഡു കഴിച്ചിട്ടാകുമ്പോൾ അറിയാം മധുരമാണ്. മധുരമല്ലാതെ ഒരു മൈൽഡ് സ്വീറ്റ്. ഓവറോൾ മീല് അടിപൊളിയായിരുന്നു. എല്ലാം കാലിയാക്കിയിട്ടുണ്ട്, സാമ്പാർ ഒഴികെ. സ്കൂൾ
മിഴിയോരം നനഞ്ഞ ഫൈനലി വി മീറ്റില്ലേ ഫീച്ചറിങ് അനക എത്ര കാലമേറിയോ ഇവിടെ ഇവിടെ ഉണ്ട് പറയുന്നത് സിന്നാണ് കാണുന്നത് നീയും ബൈ ദ ബൈ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഓ അജിത്ത് ചായ തന്നപ്പോ എല്ലാത്തിലും ഒരേപോലെ അല്ലാന്ന് പറഞ്ഞിട്ട് ചാമി കുഴപ്പാക്കുന്നു. ഒരെണ്ണത്തിൽ കുറവാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഊണിന് ശേഷം ഒരു ചായ നിർബന്ധ. ഓക്കെ ബൈ ബാ. അപ്പോൾ ഗൈസ് ലഞ്ച് കഴിഞ്ഞ് നമ്മൾ ബാക്കി വർക്കിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, റാഗി മുദ്ദേൻ്റെ ഒരു റിവ്യൂ പറയും. റാഗി മുദ്ദ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. എനി കർണാടക പീപ്പിൾ ആർ വാച്ചിങ്, ഇറ്റ്സ് റിയലി ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ DM ലോ കമൻറ്റിലോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ശരി.